നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. You know that thing must be 100 years old. വരാൻ പറ അകത്തേക്കൊക്കെ ഇത് വായിച്ച പെണ്ണുങ്ങൾ കഴിയും, കുട്ടികൾ കഴിയും, ആണുങ്ങൾക്ക് കളിപ്പ് വരും. സാറ് വെച്ച് പറയാനിരിക്കും. ഒരച്ഛൻ, ഒരമ്മ, രണ്ട് ചെറിയ കുട്ടികൾ, സന്തുഷ്ടമായ രാത്രി 12 മണി, എങ്ങും നിശബ്ദത. അച്ഛനോടി മരിച്ചു, കുട്ടികൾ ഓടി, ഇല്ല കുട്ടികൾ പാട്ട് എല്ലാവരും അവസാനം ഇതിനെ കണ്ടുമുട്ടുന്നു, എല്ലാവരെയും ക്ലോസ് ചെയ്യുന്നു, അവസാനം അയാട്ടൻ മനയിൽ ഒരുമിക്കുന്നു. വേണമെങ്കിൽ ഒരു ഒരുത്തന്റെ ഭാര്യയുടെ കിഡ്നിക്ക് വേണമെങ്കിൽ ചെറുപ്പത്തിൽ എയ്ഡ്സോ കിഡ്നി കുറവാണ്. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. നീ ആധുനികര് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രം കരുതിയാൽ മതി. അതെങ്ങനെ ഒരു കഥയാവും? ഞാൻ ഇപ്പൊ പോകുന്നു, പക്ഷെ ഞാൻ പൂർണ്ണമാക്കിയ ശക്തിയോടെ പിന്നെയും വരും. പോയിക്കോ അയ്യോ, അതടച്ചു പോയിക്കോ. പുതിയ കഥ ആധുനികം പറയട്ടെ. അപരാധത്തിന്റെ അനന്തപഥങ്ങളിൽ ആകാശനീലികളിൽ അവൻ നടന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപടന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. അകാൽവിളക്കിന്റെ ആകാശം തെളിയുന്ന സമയത്ത് അവൻ അവനോടായി ചോദിച്ചു, ഇനിയും ഇതുവഴി വരില്ലേ നീ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനെയുണ്ട്? തനിക്ക് തലക്ക് വല്ല ഓളമുണ്ടോ? സാർ ആധുനികനെ പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞതുകൊണ്ട് ഇന്നലെ തൊട്ട് കഞ്ചാ അടിച്ചോണ്ടിരുന്ന് എഴുതിയതാ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ എനിക്കറിയാം ഇതല്ലേ, പക്ഷെ ഹോംവർക്ക് ഇപ്പൊ കൂടിയുണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസിലുള്ള വേറൊരു ജോലിയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഒന്നിൽ ഒരു എഡിറ്റർ ആവുക, ഇല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്താകുക.